സർ, അങ്ങയുടെ ബഡ്ജറ്റിൻ്റെ പ്രപ്പോസൽസിന് നമ്മൾ നോക്കുമ്പോൾ നോർമലി ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ വരുമാനവും ചെലവും മാത്രം പറയുന്നതിനപ്പുറത്തേക്ക് ഒരു സംസ്ഥാനം ഏത് നിലയിലാണ് മുമ്പോട്ട് പോകേണ്ടത്, ഏത് നിലയിലാണ് അതിൻ്റെ മുമ്പോട്ടുള്ള പ്രവർത്തനം ഫോക്കസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. എനിക്ക് നോക്കിയിട്ട് മനസ്സിലാവാത്തൊരു കാര്യം സർ, അങ്ങ് ഏത് മേഖലയിലാണ് ഈ സംസ്ഥാനത്തിൻ്റെ വളർച്ച ഫോക്കസ് ചെയ്യുന്നതെന്ന് ബഡ്ജറ്റിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഐ എം സോറി ടു സേ, പലതും അങ്ങ് റിപ്പീറ്റേഷൻസ് ആയിട്ട് പറഞ്ഞതല്ലാതെ ഒരു ലാർജ്ലി കേരളത്തിൻ്റെ മുമ്പോട്ടുള്ള പാതയിൽ ഏത് മേഖലയിലാണ് നമ്മുടെ ഒരു ഫോക്കസ് കൊടുക്കാൻ പോകുന്നതെന്ന് അങ്ങ് പറഞ്ഞില്ല. ഇനി അതിന് പകരം അങ്ങയുടെ ആദ്യത്തെ ബഡ്ജറ്റ് പ്രസംഗം ഞാൻ കഴിഞ്ഞ ദിവസം പരിശോധിക്കുകയായിരുന്നു. അങ്ങയുടെ ആദ്യത്തെ ബഡ്ജറ്റ് പ്രസംഗം അങ്ങ് മറന്നുപോയെന്ന് എനിക്കറിയാൻ പാടില്ല, ഞാനത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങ് പറഞ്ഞൊരു ഏതാനും പ്രോമിസസ് ഞാൻ പറയാം. അങ്ങ് പറഞ്ഞിരുന്ന ആഗ്രോ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ആൻഡ് ആഗ്രോ പാർക്സ് ഉണ്ടാകുമെന്ന് 4 വർഷം മുമ്പ് അങ്ങ് ഈ നിയമസഭയിൽ നിന്ന് പറഞ്ഞു. ട്രാൻസ്ലേഷൻ റിസർച്ച് സെൻറ്റേഴ്സ് ഇൻ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇൻ്റർനാഷണൽ ഹോസ്റ്റൽസ് ഇൻ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. സ്കിൽ പാർക്സ് ആൻഡ് വർക്ക് നിയർ ഹോം ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ ഗ്രാഫൈൻ, 2D മെറ്റീരിയൽസും, സയൻസ് പാർക്ക്, ഡിജിറ്റൽ സയൻസ് പാർക്ക്, സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ യൂണിവേഴ്സിറ്റീസ്, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റേഷൻ പാർക്സ്. അങ്ങ് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ഏണസ്റ്റായിട്ട് അങ്ങയുടെ മുമ്പിൽ ആദ്യമായി കൊണ്ടുവന്ന ഒരു ഡോക്യുമെൻ്റ് അങ്ങേക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഒരു കാർഷിക മേഖലയായതുകൊണ്ട് കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകൾക്ക് വലിയ നേട്ടം കിട്ടാൻ പാകത്തിന് ഞങ്ങളുടെ മൂവാറ്റുപുഴയിൽ നിലവിലുള്ള യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫെസിലിറ്റി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അതൊരു ആഗ്രോ പാർക്കാക്കി വിദേശ മാർക്കറ്റുകളിലേക്ക് വെജിറ്റബിൾസും അതുപോലെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയുന്ന സാധ്യത ഉണ്ടെന്ന് കാണിച്ചൊരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻ്റ് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയും അങ്ങ് സ്വാഭാവികമായിട്ടും എന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. ആഗ്രോ പാർക്ക് അവിടെ മൂവാറ്റുപുഴ ഉണ്ടാവുമെന്ന് അങ്ങ് പറഞ്ഞാണ് സർ. മൂവാറ്റുപുഴ അവിടെ മാറിയിക്കട്ടെ, അങ്ങ് 14 ആഗ്രോ പാർക്കുകൾ ആദ്യത്തെ ബഡ്ജറ്റിൽ പറഞ്ഞു. നാളിതുവരെ ഇന്ന് അങ്ങ് പറയുമ്പോൾ അങ്ങ് പറയണം, കുഡ് യു ഫിനിഷ് വൺ, ഏതെങ്കിലും ഒന്നെങ്കിലും അതിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ നിങ്ങൾക്ക് സാധിച്ചു? അത് ഓർമ്മ. ഇനി അതുപോലെ താഴത്തേക്ക് ഞാൻ പറഞ്ഞ ഓരോന്നും നിങ്ങൾ പരിശോധിച്ചു. പിന്നെ ഈ കണക്കുകളെല്ലാം പറയുമ്പോൾ അങ്ങ് ഇവിടെ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ടാക്സ് എല്ലാം ബെറ്ററായി എന്നൊക്കെ പറഞ്ഞു. അങ്ങ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് എസ്റ്റിമേറ്റഡ് ആയിട്ട് പറഞ്ഞത് സ്റ്റേറ്റ്സിൻ്റെ ഓൺ ടാക്സ് 84,884 രൂപ ഉണ്ടാവുമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നിട്ട് ഇപ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പറഞ്ഞിരിക്കുന്നത് 81,627. അത് ആക്ച്വലി ഇതിന് ശേഷം വർധന വരുത്തിയ നികുതികൾ കൂടി പിരിച്ചിട്ട് പോലും അങ്ങ് എസ്റ്റിമേറ്റ് ചെയ്ത് പിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ടാക്സ് കളക്ഷൻ്റെ എഫിഷ്യൻസി എവിടെ നിൽക്കുന്നു നോക്കണം സർ. അതുപോലെ സ്റ്റേറ്റ് GST ആണെങ്കിലും നോൺ ടാക്സ് ആണെങ്കിലും മറ്റ് ടാക്സ് റവന്യൂസിലാണെങ്കിലും വലിയ കുറവ്. സ്റ്റേറ്റിൻ്റെ GSTയിൽ 12% കുറവാണ് കളക്ഷനിലുണ്ടായത്. പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അങ്ങ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അങ്ങ് പറഞ്ഞ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയുടെ ഭാഗമായി 85 കോടി കിട്ടിയിരുന്നിടത്ത് 1,100 കോടിയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞു. സാർ, അതിൻ്റെ 9% സാർ അങ്ങ് പ്രൊജക്റ്റ് ചെയ്തതിൻ്റെ 9% അങ്ങേക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് ഈ ബഡ്ജറ്റിൽ അങ്ങ് പറയുകയാണ് 100 എന്നുള്ളത് 1,100 ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയിൽ പിരിച്ചെടുക്കുന്നു. അതായത് ഏകദേശം 996% ഇരട്ടി. സാർ, ഇത് എന്ത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബഡ്ജറ്റാണ് സാർ. പിന്നെ ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ പറയുമല്ലോ, കേരളം നമ്പർ 1 ആണ്, നമ്മൾ വളരെ ഇതിലാണ് മുമ്പോട്ട് പോകുന്നതെന്ന്. ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കും, അങ്ങ് സ്പെസിഫിക് ആയിട്ട് മറുപടി പറയണം. നമ്മുടെ ഏറ്റവും വലിയ അഭിമാനമായിട്ട് നമ്മൾ പറയുന്ന എഡ്യൂക്കേഷനാണ്. അങ്ങയുടെ ബഡ്ജറ്റിൻ്റെ 13.4% എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെച്ചത്. സാർ, ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെ ആവറേജ് പരിശോധിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളുടെ ആവറേജ് 15% മുകളിലാണ് സാർ. ദേശീയ ശരാശരിയേക്കാളും കുറവാണ് നമ്മൾ വിദ്യാഭ്യാസത്തിൽ ചെലവഴിക്കുന്നത്. ഇനി ഹെൽത്തിൽ പരിശോധിച്ചാൽ ദേശീയ ശരാശരി 6.2% ആയിരിക്കുമ്പോൾ നമ്മൾ ചെലവഴിക്കുന്ന 5.5% സാർ. ഇനിയിപ്പോൾ അർബൻ ഡെവലപ്മെൻറ്റ് ആണല്ലോ സാറിന് നഗരവികസനം, കേന്ദ്രീകൃതമായ വികസനം എന്നൊക്കെ പറയുന്നത്. ദേശീയ ശരാശരി 3.3 ആണെങ്കിൽ നമ്മൾ കേവലം 1% സാർ. അതുപോലെ പാലവും ബ്രിഡ്ജസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, പാലവും റോഡും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ദേശീയ ശരാശരി മറ്റ് സംസ്ഥാനങ്ങൾ 4.3% ചെലവഴിക്കുമ്പോൾ നമ്മൾ ചെലവഴിക്കുന്നത് 2.3% സാർ. ഇനിയിപ്പം നിങ്ങളിവിടെ ലൈഫിലാണല്ലോ ഏറ്റവും വലിയ എപ്പോഴും പറയുന്നത്, ലൈഫിൽ ഇത്ര വീട് കൊടുത്തു, അത്ര വീട് കൊടുത്തു, അത് ഇത് എന്ന് പറയുന്നു. സാർ, ദേശീയ ശരാശരിയേക്കാളും താഴെയാണ് മറ്റ് സംസ്ഥാനങ്ങൾ ഹൗസിങ്ങിന് മുടക്കണതിനേക്കാളും താഴെയാണ് സാർ നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. 1% മാത്രമാണ് നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ
നമ്മൾ പലവട്ടം ഈ നിയമസഭയിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ്. നമ്മുടെ ചെറുപ്പക്കാർ കൂട്ടം കൂട്ടമായി നാട് വിട്ടു പോകുന്നു. അപ്പോഴെല്ലാം മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് ഭയങ്കര റാങ്കിങ് ആണെന്നാണ് സാർ പറയുന്നത്. ഞാനിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇത് ഔദ്യോഗികമായ രേഖയിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനിവിടെ പറയുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, ഇന്ത്യ റാങ്കിങ്സ് 2024 യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. സാർ, ആദ്യത്തെ 20 റാങ്കിങ്ങിൽ ഒരു സർവകലാശാലകളും കേരളത്തിൽ നിന്നില്ല. എന്നിട്ട് ഇവിടെ A+ കിട്ടിയ അല്ലെങ്കിൽ നാക്കിൻ്റെ അക്രഡിറ്റേഷനിൽ നമ്മൾ രണ്ടാമതാണ്. എന്തിനാണ് സാർ നമ്മളിങ്ങനെ കള്ളം പറയുന്നത്? എന്തിനാണ് നമ്മളിങ്ങനെ കള്ളം പറയുന്നത്? ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളായി മന്ത്രിമാരിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതായത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിലാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങളുമൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് കേരളം നമ്പർ 1 ആണെന്നല്ലേ? സാർ, ഒരിക്കലും അല്ല സാർ. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞുതരാം. മാഡം പറഞ്ഞു നന്നായി. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ എന്താണെന്ന് അല്ലെങ്കിൽ മന്ത്രിയോട് ചോദിക്കണം. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് ആസ്പിരേഷണൽ സ്റ്റേറ്റ്സിൽ കേരളം നമ്പർ 1. അതിൻ്റെ അർത്ഥം എന്നറിയോ? എൻ്റെ ബഹുമാന സുഹൃത്ത് റോജി പറഞ്ഞൊരു എക്സാമ്പിളാണ് എൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ. 10ാം ക്ലാസ് പരീക്ഷ നടന്നു. 10ാം ക്ലാസ് പരീക്ഷ നടന്ന് എല്ലാവരും വലിയ വിജയം നേടി ജയിച്ചു. അതിൻ്റെ തോറ്റ കുറേ പിള്ളേരുണ്ട്. തോറ്റ കുറേ പിള്ളേർക്ക് സേ പരീക്ഷ നടത്തി. ആ സേ പരീക്ഷ നടത്തിയപ്പോൾ അതിലൊന്നാമത് വന്നവൻ പറയുകയാണ് ഞാനാണ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്പർ 1 ആവൂ? ആസ്പിരേഷണൽ യു ചെക്ക്. മിനിസ്റ്ററല്ലേ ഇരിക്കുന്നത്, അല്ലെ? അദ്ദേഹം മറുപടി പറയട്ടെ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം നമ്പർ 1 ആണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ മന്ത്രിമാർ പറയുന്നത് സത്യമാണ്. നിങ്ങൾ ആസ്പിരേഷണൽ സ്റ്റേറ്റ്സ്, അതായത് പരാജയപ്പെട്ടതിൽ പുറകിൽ നിൽക്കുന്നവരിൽ നന്നാക്കാൻ ശ്രമിക്കുന്നവരിൽ ഒന്നാമതാണെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ഈ യൂണിവേഴ്സിറ്റികളുടെ കാര്യം ഞാനിവിടെ ഇത് ആധികാരികമായി പറയുകയാണ്. സാർ, 20 യൂണിവേഴ്സിറ്റികളിൽ ഒന്നുപോലും കേരളത്തിൽ നിന്നില്ല. നമ്മുടെ ഓരോ സെക്ടേഴ്സ് എങ്ങനെയാണ് പരാജയപ്പെടുന്നത് നമ്മൾ നോക്കണം. ഇനി എനിക്ക് ഏറ്റവും വലിയ അനുഭവം തോന്നുന്നു, നിങ്ങൾ പൊതുവെ നമ്മൾ പരിശോധിച്ചാൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയൊരു കാര്യം, ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ തവണ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച എമൗണ്ടിൻ്റെ തുക പോലും നിങ്ങൾ യഥാർത്ഥത്തിൽ അഗ്രികൾച്ചർ സെക്ടറിന് വേണ്ടി മാറ്റിവെച്ചില്ല സാർ. നിങ്ങളുടെ പ്രയോറിറ്റി എന്താണെന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി 700 ചില്ലുവാനും കോടി മാറ്റിവെച്ചപ്പോൾ അത്രയും തുക പോലും നിങ്ങൾ അതിനു വേണ്ടി മാറ്റിവെച്ചില്ല. ഇതിൻ്റെ അങ്ങയുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ 330ാമത്തെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അങ്ങ് കേരളത്തിൻ്റെ പൊതു സമൂഹത്തോട് അങ്ങ് പറയാൻ തയ്യാറാണ്, റബ്കോയുടെ നവീകരണം, പ്രവർത്തന മൂലധനം എന്നിവയ്ക്കായി 10 കോടി രൂപ വഹിക്കുന്നു പറഞ്ഞു. സാർ, ഈ ഖജനാവിൽ നിന്നും 234 കോടി രൂപ നിങ്ങൾ എടുത്തു കൊടുത്താണ് റബ്കോയ്ക്ക്. 234 കോടി രൂപ. നിങ്ങൾ ഇവിടെ മരുന്ന് കമ്പനികൾക്ക് 800 കോടി കൊടുക്കാത്തതിൻ്റെ പേരിൽ പാവപ്പെട്ടവന് പനിക്കുള്ളതും ചുമക്കുള്ളതും മരുന്ന് ആശുപത്രിയിൽ കിട്ടുന്നില്ല സാർ. ഇവിടെ മെഡിസെപ്പിന് ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പോയി നിൽക്കണവൻ്റെ ചികിത്സ മുടങ്ങാണ് സാർ. കാരുണ്യ പദ്ധതി പ്രകാരം ഇവിടെ രോഗത്തിനടിമയായവന് കൊടുക്കാനുള്ള പൈസയില്ല. എന്നിട്ട് നിങ്ങൾ ധൂർത്തും അഴിമതിയും നിങ്ങളുടെ പാർട്ടി പ്രവർത്തനം നടത്താൻ വേണ്ടി നടത്തിയ റബ്കോയ്ക്ക് വീണ്ടും 10 കോടി എടുത്തു വെക്കാൻ നിങ്ങൾക്കൊരു മടിയില്ല സാർ. ഇവിടെ ഏത് സാമൂഹ്യ ഉദ്ധാരണം നടത്താൻ വേണ്ടിയാണ് സാർ? നിങ്ങളുടെ പ്രയോറിറ്റി എവിടെയാണ്? അതിനുശേഷം അടുത്തത് എന്ന് വേണ്ട, ഇന്ന് കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ആവശ്യം നമുക്കൊരു ഡയറക്ഷൻ ഉണ്ടാവണം. ഈ സർക്കാർ ഡയറക്ഷൻ ലെസ്സായി കഴിഞ്ഞ് ഇത്രയും കാലം പോയതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളിലും വലിയ തകർച്ചയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തകർച്ച നേരിടുന്നത് കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖല ഊർജ്ജശ്വാസം വലിക്കുന്നതിലേക്ക് തകർന്നു പോകാൻ കാരണം നിങ്ങൾ ആ മേഖലയെ പൂർണ്ണമായും അവഗണിച്ചു എന്ന് മാത്രമല്ല, അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി. ഇന്ന് ഈ സംസ്ഥാനത്ത് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായത് എന്തിൻ്റെ പേരിലാണ് സാർ? വന്യജീവി ആക്രമണങ്ങളുടെ പേരിലാണ്. അവരൊരു തെറ്റും ചെയ്തിട്ടല്ല. ഈ സംസ്ഥാനത്തെ സാധാരണ ജനത്തിന് ജീവിക്കാനുള്ള അവൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്തൊരു സർക്കാർ ഈ തവണ വന്യജീവി ആക്രമണത്തിന് വേണ്ടി കഴിഞ്ഞ തവണ മാറ്റിവെച്ച പൈസയുടെ 50% പോലും ചെലവാക്കിയില്ല സാർ. ഫെൻസിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ കിഴങ്ങ് കുഴിക്കാൻ വേണ്ടി, കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടി, അതിനൊന്നും ഈ സർക്കാരിന് പൈസയില്ല. ഈ റബ്കോ പോലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഈ പൊതുമേഖലാ സ്ഥാപനം ആയിരക്കണക്കിന് കോടി രൂപ ഈ സംസ്ഥാന ഖജനാവിന് ബാധ്യതയായി മാറുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഇപ്പോഴും നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തെ രക്ഷയിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ വികസനത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ നിങ്ങളുടെ അജണ്ട നടപ്പാക്കാനുള്ള ഒരു ഡോക്യുമെന്റായി ബഡ്ജറ്റിനെ മാറ്റി എന്നുള്ളതാണ് സാർ എൻ്റെ ആക്ഷേപം.